ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് പുറത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു. അടുപ്പിൻ്റെ അവിടെ കേട്ടോ, വെണ്ണീർ വാങ്ങലും മീതനെയൊക്കെ തുടച്ചിടലും, പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ചെമ്പൊക്കെ ഒഴിവാക്കി ചെമ്പൊക്കെ കഴുകാണ്ടായിരുന്നു. പിന്നെ കൂട്ടാൻ ഇത് കറി വെച്ച ചട്ടിയൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കാലത്താണ് കഴുകുക കേട്ടോ. തലേ ദിവസം ഒഴിവാക്കി വെക്കുന്നത് പുറത്ത് കൊടുന്നേക്കും, പിന്നെ കാലത്താണ് കഴുകുക. പിന്നെ അങ്ങനെയുള്ളതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് കുറച്ച് കുടിവെള്ളമൊക്കെ പിടിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിടിച്ച് അതിന് ശേഷം അടുക്കളയിലേക്ക് വന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ആദ്യം കട്ടൻ ചായ കുടിച്ചിട്ടാണ്. പിന്നെ അതിന് ശേഷം ഉഴുന്ന് ദോശയായിരുന്നു. ഒരിടപ്പത്ത് ദോശ ഉണ്ടാക്കി, ഒരിടപ്പത്ത് സാമ്പാറും ഉണ്ടാക്കി. പിന്നെ ഒരിടപ്പത്ത് തേങ്ങ വറക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ കൂടി ഒപ്പം ചെയ്തിട്ടാണ്. ഒപ്പം എല്ലതും ചെയ്ത് അങ്ങനെ സാമ്പാറൊക്കെ റെഡി വറവിട്ട് മാറ്റി വെച്ച് ദോശ ഉണ്ടാക്കലും കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോൾ തൽക്കാലം അടുക്കളയിൽ അത്ര തന്നെ ചെയ്യണുള്ളൂ. പിന്നെ അപ്പോഴേക്കൊക്കെ സമയമായി 9 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ വേഗം ഉമ്മറ മാത്രം ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ആടിനെ വിടാനൊക്കെ പിണ്ണാക്കൊക്കെ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തവിടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ആടിനെയൊക്കെ വിട്ടിട്ടാണ്. ആടിനെയൊക്കെ വിട്ട് കെട്ടിയതിന് ശേഷം വെള്ളമൊക്കെ എല്ലാവർക്കും വെള്ളമൊക്കെ കാട്ടി ഇല കെട്ടി കൊടുത്തില്ല കേട്ടോ. വെള്ളം എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വേഗം അധികം തിരുമ്പാണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിരുമ്പിടൽ കഴിഞ്ഞിട്ട് പിന്നെ ഇലയൊക്കെ എല്ലാവർക്കും കെട്ടി കൊടുത്തിട്ടാണ്. പിന്നെ അവരൊക്കെ ഒരു ഭാഗത്ത് നിന്ന് സെറ്റായി. ചീറൊന്നുമില്ല, കരയൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ അവിടെ കിടന്നോളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കെട്ടിക്കൊടുത്ത് മുഴുവൻ ആടുകളെ കെട്ടിയില്ല കേട്ടോ. കുറേ ആൾക്കാർ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് കെട്ടിക്കൊടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഇട്ട വിറകായിരുന്നു കേട്ടോ. അതൊന്നും കൂടി തിരിച്ചും മറിച്ച് വിട്ടിട്ടാണ് ഇളക്കിയിട്ട്. ചെതിലുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ച് ഇളക്കിയിട്ട് അതിന്ന് ഉണങ്ങിയത് ചോറ് വയ്ക്കാനും എടുത്ത് കൊണ്ടുപോയി അടുപ്പിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിറകൊക്കെ കൊണ്ടുപോയി വെച്ച് ചോറ് തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അന്ന് റേഷൻ അരിയാണ്, അപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ ഒരു ചേമ്പ് പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് പറിക്കാൻ നോക്കി. അപ്പോൾ അത് ശരിയായില്ല. എനിക്ക് പറിക്കുമ്പോൾ ഒക്കെ പൊട്ടുകയാണ്, ഇങ്ങനെ കട പൊട്ടുക. ഒരെണ്ണം പറിച്ചപ്പോൾ തീരെ കട ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ ഇട്ട് പിന്നെ മോൻ വന്നിട്ട് പറിച്ച് തന്നിട്ടാ. അത് മൊത്തം പറിച്ച് തന്ന്. അപ്പോൾ കുറച്ച് മണ്ണുള്ള കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ പോയിട്ടാണ്. അങ്ങനെ ഇത് കഴിയുന്നവരെ പറിച്ച് കഴിയുന്നവരെ അത് പറക്കിടാനൊക്കെ നിന്നിട്ട് പിന്നെ ആ കുഴിയിൽ തന്നെ അത് കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് അവിടെ കുഴി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മോൻ തന്നെ ചേമ്പൊക്കെ പറിച്ച് തന്ന് പിന്നെ അവിടെ തന്നെ കുഴിച്ചിടും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചവറൊക്കെ അടിച്ച് വാരുന്നത് മറ്റേ ആട്ടുംകൂടിൻ്റെ അവിടെ നിന്ന് അടിച്ച് വാരുന്നത് ഈ കുഴിയിൽ കൊടുന്ന് ഇടും കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ മോൻ ഒരു വാഴ വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.